ടു ഷാബിയാസ് കിച്ചൻ. ഞാൻ പലതരത്തിലുള്ള റാഗി ഡ്രിങ്ക്സ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കിടിലൻ വെയിറ്റ് ലൂസ് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 1 കപ്പ് ഓട്സ് ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റാഗി വെയിറ്റ് ലൂസ് ഡ്രിങ്കാണിത്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ റാഗിയുടെ പൊടി കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതധികം തിക്കായി പോകാൻ പാടില്ല. കാരണം തണുത്ത് വരുമ്പോൾ തന്നെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കുറുക്കിയെടുക്കേണ്ടത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ഒരു ചൂടിൽ ഇത് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ 2 വെയിറ്റ് ലോസ് ഡ്രിങ്കിന് ഒരു ബേസിക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമ്പഴമാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു മാമ്പഴം എടുത്ത് അതിനെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയിൽ മാമ്പഴം ചേർക്കുന്നതുകൊണ്ട് വെയിറ്റ് കൂടുമെന്നൊന്നും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇതേറെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഗ്ലൂട്ടൻ ഫ്രീ കൂടിയാണ്. മാമ്പഴം ചേർക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് റാഗിയും ഓട്സും ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടത്തില്ല, മറിച്ച് കുറയ്ക്കാനാണിത് സഹായിക്കുന്നത്. 1 മാസം കൊണ്ട് 5 കിലോ വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു റെസിപ്പി സഹായിക്കുന്നതാണ്. കാരണം ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിശക്കത്തില്ല. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് 1/2 കപ്പ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അടുത്തൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിയാ സീഡ്സ് ആണ് ചേർക്കേണ്ടത്. തടി കുറയ്ക്കാനും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും കാരണമായ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഓട്സിനും ചിയാ സീഡ്സിനും റാഗിക്കും വെയിറ്റ് ലോസ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഓവർനൈറ്റ് അല്ലെങ്കിൽ 6 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചിയാ സീഡ്സും ഓട്സും ഒക്കെ നന്നായിട്ട് പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ചേർത്ത് കൊടുക്കാം. മാമ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത്തിരിയൊക്കെ മധുരം വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാനായിട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ മാമ്പഴവും പാലും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അങ്ങനെ നമ്മുടെ മാംഗോയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെയും ചിയാ സീഡ്സിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം.
ഈ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഡെയിലി രാവിലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഉച്ച കഴിഞ്ഞത് വരെയും നമുക്ക് വയറൊന്നും വിശക്കത്തില്ല. അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുള്ള നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ചെറുതായിട്ട് വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അര ഭാഗം വരെ ഈ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ നടുക്കി ഫ്രൂട്ട്സ് ഇടുന്നതിന് പകരം വേണമെങ്കിൽ ഈ മാംഗോ സ്ലൈസ് ചെയ്ത് നമുക്ക് നേരത്തെ ഇളക്കിയതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ബാക്കിയും കൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ശകലവും കൂടെ തേനൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് അര കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 6 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് കുതിരാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ഓട്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാമ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റാഗിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്കാണിത്. ഇത് അത്യാവശ്യം തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് വയറ് വിശക്കത്തൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയ 2 കിടിലൻ ഡ്രിങ്ക്സ് ആണിത്. ഈ ഡ്രിങ്ക്സിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ നമ്മുടെ വയറ് ഫുള്ളായിട്ടൊരു ഫീൽ ഇത് നൽകുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.